ഇൻഫോക്ഷേത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ പേരൻസിനും കുട്ടികൾക്കൊക്കെ ഉള്ളൊരു പരാതിയാണ്, കുട്ടികൾ വീട്ടിൽ വളരെ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ അവർ സ്കൂളിൽ ചെന്നിട്ട് എക്സാം എഴുതുമ്പോൾ അവർക്ക് കാര്യങ്ങളൊന്നും റീകളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ആ പേപ്പറിൽ എഴുതാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്. ഞാനത് ശ്രദ്ധിച്ചപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ റീകളക്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളായിട്ടുള്ള ലാപ്ടോപ്പ്, മൊബൈൽ ഫോണ് പോലുള്ള ഡിവൈസുകളാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസുകളൊക്കെ കാര്യങ്ങൾ റീകളക്ട് ചെയ്യുന്നത് അവരെ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഓരോരോ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഡേറ്റ എപ്പോഴാണ് റിട്രീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആ ലിങ്ക് വഴിയാണ്, ആ ലിങ്കിൽ പോയിട്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്ന ഡേറ്റ കമ്പ്യൂട്ടർ ആണെങ്കിലും മറ്റേത് ഇലക്ട്രോണിക് ഡിവൈസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീകളക്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളോടും പറയുക, നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലെ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക, അതൊരു ശീലമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ കുട്ടികളോട് പറയുന്നത് ഒരു റാമും റോമും, കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മെമ്മറികളാണ് റാമും റോമും. PSC എക്സാമിന് വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ, കമ്പ്യൂട്ടറിലേക്കുള്ള കറണ്ട് പോയി കഴിയുമ്പോഴും ഡേറ്റ മറന്നു പോകുന്നൊരു മെമ്മറിയാണ് റാം. പക്ഷെ പലരും അതിൻ്റെ ഉത്തരം തെറ്റിച്ച് റോം എന്നൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇത് കുട്ടികളോട് പറയുമ്പോൾ ഞാൻ ഒരു പുരാണ കഥ അവരോട് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഡിഫറൻസ് ഇവർ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ആ ലിങ്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ കഥ ഇങ്ങനെയാണ്: തൻ്റെ ഒപ്പം എല്ലാ യാതനകളിലും ഉണ്ടായിരുന്ന സീതയെ തൻ്റെ ഒരു പ്രജയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് എല്ലാം മറന്ന് കാട്ടിലേക്ക് അയക്കുന്ന ആ രാമൻ്റെ അല്ലെങ്കിൽ റാമിൻ്റെ കഥ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്. അതിനുശേഷം കുട്ടികളോട് ഞാൻ മറന്നു പോകുന്ന മെമ്മറി അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറി ഏതാണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കുട്ടികൾ റാമിലേക്ക് അവരുടെ ഉത്തരം എത്താറുണ്ട്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതും PSC എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്: ഗൂഗിളും ഗൂഗിൾ ക്രോമും തമ്മിലുള്ള വ്യത്യാസം. ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആപ്ലിക്കേഷനാണ്, നമ്മുടെ വാട്സപ്പ് പോലെ, പെയിൻറ്റ് പോലെ, ഇൻസ്റ്റാഗ്രാം പോലെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റിലേക്ക് കയറാനാണ് സാധിക്കുക. അതിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഫർമേഷനൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സെർച്ചിങ് ടൂളാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളോട് ഞാനത് ഫോക്കസ് ചെയ്ത് പറയുന്നത് ഇങ്ങനെയാണ്: കയറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്രോം. അതായത് കയറാം അല്ലെങ്കിൽ കയറാൻ, അതും ക്രോമും തമ്മിൽ എന്തൊക്കെയോ ഒരു സിമിലാരിറ്റി ഉണ്ട് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ. അപ്പോൾ കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പാണ് ക്രോം, സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഗൂഗിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ എത്ര വലിയ എസ്സേ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ അതിനകത്തൊക്കെ വാല്യൂ പോയിൻറ്റ്സ് ഉണ്ടാവും. ടീച്ചേഴ്സൊക്കെ വാല്യുവേഷന് പോകുന്ന സമയത്ത് എത്ര വലിയ എസ്സേ ആണെന്നുണ്ടെങ്കിലും അതിൽ വാല്യൂ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് വാല്യുവേഷൻ സമയത്തേക്ക് ടീച്ചേഴ്സ് ശ്രമിക്കുന്നത്, മാർക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എത്ര വലിയ എസ്സേ ആണെങ്കിലും അതിനകത്ത് ഇതുപോലത്തെ വാല്യൂ പോയിൻറ്റ്സിനൊക്കെ നമുക്ക് ഇതുപോലത്തെ ലിങ്കുകൾ, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ റിലേറ്റീവ്സിൻ്റെ പേരുകൾ, ഫ്രണ്ട്സിൻ്റെ പേരുകൾ, സ്ഥലങ്ങളുടെ പേരുകൾ, നമുക്ക് ഈ ഒരു പോയിൻ്റ് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ലിങ്കിലേക്ക് നമ്മുടെ മനസ്സെത്തണം. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂ പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thanks for watching InfoKshetra. Thank you. Have a nice day.